ഈ സമൂഹവും നമ്മുടെ കുടുംബവും ഭാര്യയും മക്കളും നമ്മുടെ മതവും ജാതിയും ഇതെല്ലാം നമ്മൾ ഉണ്ടായതിന് ശേഷം ഉണ്ടായതാണ്. മനസ്സിലായ? അപ്പൊ നമ്മൾ ഉള്ളത് കൊണ്ട് ഉണ്ടായ കാര്യങ്ങൾ മാത്രമാണ്. പക്ഷെ ഇതിന്റെ പുറകില് നമ്മൾ ഉണ്ടാവാനുള്ളൊരു കാരണം നിരന്തരം പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ പ്രവർത്തനം മാറിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനം ഒരു നിമിഷം അറിയാതെ പോയാല് ഈ ഉള്ളത് കൊണ്ടൊന്നും യാതൊരു കാര്യവുമില്ല. അപ്പം നമ്മൾ ഇപ്പം ഉള്ളത് വെച്ചിട്ട് ഈ മുമ്പിലുള്ള കാര്യങ്ങളെ ഡീല് ചെയ്യുമ്പം അവിടെ കൃത്യമായ സത്യസന്ധത, കാരണം ഞാൻ നിലനിൽക്കാനുള്ള കാരണം എൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് വെച്ചുകൊണ്ട് മാത്രമേ ഈ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ അതുമായിട്ടുള്ള നിരന്തര ബന്ധം, അല്ലെങ്കിൽ ആ ബന്ധം വിട്ടുപോയി കഴിഞ്ഞിട്ട് എനിക്ക് എന്തുണ്ടായി എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് ആ ബന്ധത്തിൽ ഇരുന്നു കൊണ്ട് കൃത്യമായിട്ട്, ആ കൃത്യം എന്ന് പറഞ്ഞാൽ എന്താ, ആ സത്യസന്ധമായിട്ട് യാതൊരു ഫ്രിക്ഷനും ഇല്ലാതെ, കാരണം ആ സ്പേസ് പുറമേയും കുറച്ച് സ്പേസ് ആണ്, ഇതിന്റെ ഉള്ളിലും കുറച്ച് സ്പേസ് ആണ്. ആ സ്പേസിനെ കൃത്യമായിട്ട് സെൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ വളരെ എഫേർട്ട്ലെസ് ആയിട്ടിരിക്കണം. എവിടെയെങ്കിലും ഒരു തീരുമാനം വെച്ചിട്ട് നമ്മൾ കള്ളത്തരത്തിലൂടെ പ്രവർത്തിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് രണ്ടുമായിട്ടുള്ള ബന്ധത്തിൽ കോൺഫ്ലിക്റ്റ് വരും. അങ്ങനെയാണ് നമുക്ക് രോഗങ്ങൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഉണ്ടാവാൻ കാരണമായ ബന്ധം വെച്ചിട്ട് നമുക്കുള്ളതിന് ഡീൽ ചെയ്യണം. അല്ലാതെ ഉള്ളത് വെച്ചിട്ട് ഉണ്ടാവാനുള്ള കാരണത്തെ തപ്പിക്കഴിഞ്ഞാൽ ഒരിക്കലും നടക്കാൻ പോണില്ല. വളരെ സിമ്പിളാണ്.